ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിടത്തിലത്തെ ഗണപതിയുടെ പേര് ദീപക് പണിക്കർ എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ നിലാവൊക്കെ എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ടർ ചെയ്യുന്ന മൂന്നാമത്തെ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ എന്തായാലും ഗോൾഡൻ സ്പെയർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് 130 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പരത എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ വരാൻ പോവാണ് ഈ ജനുവരി 22 എന്ന് വെച്ചാൽ നാളെ 5/4. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിലെ ലോഡ് ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അക്ഷയ് കുമാറാണ് ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ ചാവ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 14 റിലീസ് ആവുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു 4 പോസ്റ്റേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. 4 ഞാൻ സ്ക്രീനിലാണ് കണ്ട്. പിന്നെ 4 ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്, അതും കാണിക്കുന്നുണ്ട്. പിന്നെ രശ്മികാന്താന്റെ ക്യാരക്ടർ പോസ്റ്റർ ഉണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പേര് മഹാറാണി യേശുബായി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ പടത്തിലത്തെ ആളുടെ. പിന്നെ കാതലിക്ക് നേരമില്ല എന്ന് പറഞ്ഞ സ്നീക്ക് വീക്ക് പുറത്തിറങ്ങി. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 14 റിലീസ് ആവുന്നുള്ള അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ചാക്കോവിന്റെ പടം അത് ഫെബ്രുവരി 20 റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ കൊച്ചിയിലുള്ള ലുലുമാളിൽ വെച്ചിട്ട് ദാവീദ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊമോഷൻ ഇവന്റ് പോലെ ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫൈറ്റ് അവിടെ വെച്ച് നടക്കുകയെന്നുള്ള അറിയില്ല, എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും ഒരു ബോക്സിംഗ് പടമാണ്, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അങ്ങനത്തെ എന്തായാലും പ്രൊമോഷൻ കൊണ്ടുവരേണ്ടെന്ന് അറിയില്ല. പിന്നെ അജു വർഗീസിന്റെ ക്യാരക്ടർ പോസ്റ്റർ എന്തായിരുന്നു സാം പുത്തേക്കാട് എന്നാണ് പടത്തിലത്തെ ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ സർക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫലിന്റെ പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഏപ്രിൽ 2025 പടം പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കൂടാത്രം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിരിക്കുകയാണ്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ പടം ജനുവരി 22 എന്ന് വെച്ചാൽ നാളെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 4 ഭാഷകളിലാണ് പുറത്തിറങ്ങുക. പിന്നെ ഫത്ത് എന്ന് പറഞ്ഞ പടം ഇത്ര ദിവസം കൊണ്ട് 23.26 കോടിയാണ് വേൾഡ് വൈഡായി നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ഹോങ്കോങ് വേരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ 7 കടൽ 7 മല എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ നല്ല 6 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കുഴന്തകൾ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞിട്ടുള്ള പടം KMK എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ 4 days to go പോസ്റ്ററും 3 days to go പോസ്റ്ററും വന്നിട്ടുണ്ട്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഭൂലോകം സുന്ദരം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ DD നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം അല്ലെങ്കിൽ ഡെവിൽസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിലുള്ള ഒരു പടം വരുന്നുണ്ട്. എന്നുവെച്ചാൽ DD റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് സന്താനത്തിന്റെ പടം പുറത്തിറങ്ങുന്നു ഇപ്പടുത്ത്, അതിന്റെ അടുത്ത ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ട്, നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്, എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞതിന്റെ 3 days to go പോസ്റ്റർ ഉണ്ട്, മണികണ്ഠന്റെ പടമാണ്, നല്ല പടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിലർ പുറത്തിറങ്ങിയത് നല്ല ട്രെയിലർ ആയിരുന്നു. പിന്നെ ദ ഇന്ത്യ ഹൗസ് എന്ന് പറഞ്ഞതിന്റെ ഡയറക്ടറായിട്ടുള്ള രാംവംശി കൃഷ്ണയുടെ ബർത്ത്ഡേ വിഷയങ്ങൾ പോസ്റ്റർ വന്നു. പിന്നെ ബേഡസ് രവികുമാർ എന്ന് പറഞ്ഞിടത്തിലെ തേരെ പ്യാർമേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ എമർജൻസി എന്ന് പറഞ്ഞ പടം 4 ദിവസം കൊണ്ട് 13.53 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ സംക്രാന്തി വസ്ത്രം എന്ന് പറഞ്ഞ പടം നോർത്ത് അമേരിക്കയിൽ മാത്രം 2.3 മില്യൺ പ്ലസ് കളക്ഷൻ ആയിട്ടുണ്ട്. UK 200K പ്ലസ് ആയിട്ടുണ്ട്. പിന്നെ 5 ദിവസം കൊണ്ട് 161 കോടിന് കൂടുതൽ നേടിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ 100 കോടി ഷെയർ ആയിട്ടുണ്ട് 6 ദിവസം കൊണ്ട്. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞാൽ 8 ദിവസം കൊണ്ട് 156 കോടി നേടിയെന്നുള്ള അറിയിച്ചു. പിന്നെ വിടാമർച്ചി എന്ന് പറഞ്ഞിടത്തിലെ പത്തിക്കിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 3 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിന്റെ പടം ഏപ്രിൽ 10 റിലീസ് ആകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ സൂര്യയുടെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടം കാർത്തിക് സുബ്രാജ് എടുക്കുന്ന പടമാണ്, ആ പടം ഇറങ്ങാൻ 100 സൂര്യ ഉള്ളതെന്ന് അറിയിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബ്ലാങ്ക് പോസ്റ്ററാണ്. പിന്നെ സൂര്യ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു പടത്തിൽ വരാൻ പോകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ബേസിൽ ജോസഫ് ആയിരിക്കും ഡയറക്ട് ചെയ്യാന്നുള്ളൊക്കെ കേൾക്കുന്നുണ്ട്, റൂമറാണ്, കൺഫേം ഒന്നും ആയിട്ടില്ല. പിന്നെ ടൊവിനോ തോമസിന്റെ ബർത്ത്ഡേ ആയിട്ട് മരണമാസം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ എൽറ്റിമ്പുര എന്ന് പറഞ്ഞ പടത്തിൽ ആൾ അഭിനയിക്കുന്നുണ്ട്, അപ്പോൾ അതിലത്തെ ഒരു പോസ്റ്റർ വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. ടൊവിനോ തോമസ് ആസ് ജതിൻ രാംദാസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പവർ ഈസൈൻ ഇല്യൂഷൻ എന്നുള്ള രീതിയിലും ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ ടീസർ പടത്ത് വരും എന്നുള്ള പറഞ്ഞിരുന്നു 25 വരുന്നുള്ളതിനാണ് തോന്നുന്നത്. പൃഥ്വിരാജ് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, എമ്പുരാൻ ടീസർ ഫൈനൽ മ്യൂസിക് .move എന്നുള്ള രീതിയിൽ. അതിൽ ഡ്യൂറേഷനായി പറഞ്ഞിട്ടുള്ളത് 2 മിനിറ്റ് 31 സെക്കൻഡാണ് ടീച്ചറിൻ്റെ. അപ്പോൾ അത്ര മിനിറ്റുള്ള ഒരു ടീച്ചർ തന്നെ ആയിരിക്കും വരിക എന്നുള്ള പ്രതീക്ഷിക്കാം, ഒരു ഗംഭീര ടീച്ചർ തന്നെ ആവട്ടെ. പിന്നെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപിയുടെ പടത്തിൽ കബീർ ദുവാൻ സിംഗ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിരുന്നു, അപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ആളുടെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, 1 2 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കൈദി 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്ടോബറിലായിരിക്കും തുടങ്ങുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഈ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ തുടങ്ങും എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു, പക്ഷെ അങ്ങനെയല്ല, പടം റിലീസായതിനു ശേഷമൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം 20 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട് കളക്ഷൻ. അതേമാതിരി വേൾഡ് വൈഡ് ആയി നോക്കുമ്പോൾ 47 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട്. ഏകദേശം 50 കോടി ഇപ്പോൾ ഇന്നോ നാളൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ ഡൊമിനിക് എന്താ ലേഡീസ് ഫേസ് എന്ന് പറഞ്ഞിടത്തിന്റെ 3 days to go പോസ്റ്റർ വന്നിരുന്നു, അതിൽ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. സുഷ്മിത ഭട്ടിന്റെ പേര് നന്ദിത എന്നുള്ള രീതിയിൽ. അതേമാതിരി ഇന്ന് 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്, അതിൽ ഷൈൻ ടോം ചാക്കനാണ് കാണിച്ചിട്ടുള്ളത്, ആളുടെ പേര് ആൽബി എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്, അതും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മമ്മൂട്ടിയുടെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതേമാതിരി ഈ രാത്രി എന്ന് പറഞ്ഞിട്ട് പടത്തിലത്തെ ഒരു പാട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ 30 ദിവസം ഭരിച്ചതിൻ്റെ രീതിയിലുള്ളൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മൊത്തത്തിൽ ടോട്ടൽ ബിസിനസ് ഒക്കെ കൂട്ടിയിട്ട് 115 കോടി ആയിട്ടുണ്ട് പടം ഇതുവരെ ആയിട്ട്. പിന്നെ കുറേ കാലത്ത് OTT റിലീസായിട്ട് ഈ ജനുവരി 31 ഒക്കെ റിലീസാവും എന്നുള്ളത് പറഞ്ഞു കേട്ടിരുന്നു, പക്ഷേ ആവാൻ ചാൻസ് ഇല്ല, കാരണം കന്നഡ റിലീസ് ജനുവരി 31 വരുന്നത്. അപ്പോൾ OTT റിലീസ് ഇനി നീണ്ടിട്ടാവും വരുന്നുണ്ടാവുക. പിന്നെ അവർ ഒഫീഷ്യലായി അറിയിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഒഫീഷ്യലായി അറിയിക്കാത്ത കാരണം വരാനും ചാൻസ് ഇല്ല. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തൻ്റെ അടുത്ത് ഇറങ്ങാൻ പോണ പടം ഫെബ്രുവരി 21 റിലീസാവും എന്നുള്ളതാണ് കേൾക്കുന്നത്, റൂമറാണ്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.